കെറ്റാമലോൺ കാർട്ടൽ ലഹരി കേസിൽ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ സാമ്പിൾ NCB പരിശോധനയ്ക്ക് അയച്ചു. ഡൽഹിയിലെ ലാബിലേക്കാണ് സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചത്. കഴിഞ്ഞ ദിവസം പിടിയിലായ ഡിയോളിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ എഡിസണ് നിക്ഷേപമുണ്ടെന്ന് NCB കണ്ടെത്തി. 4 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഡാർക്ക് വെബ് ലഹരി കേസിൽ പിടിയിലായ എഡിസൺ ബാബു, അരുൺ തോമസ് എന്നിവരും ഓസ്ട്രേലിയയിലേക്ക് കെറ്റാമിൻ കയറ്റിയച്ച കേസിലെ പ്രതി ഡിയോളും സഹപാഠികളും ഉറ്റ സുഹൃത്തുക്കളുമാണെന്ന് NCB കണ്ടെത്തിയിട്ടുണ്ട്. പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന ഇവർ ആസൂത്രണം ചെയ്തിരുന്നുവെന്നാണ് NCBയുടെ നിഗമനം. ലഹരി പദാർത്ഥങ്ങൾ നേരിട്ടും കൊറിയർ വഴിയും ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ അരുൺ തോമസാണ് സഹായിച്ചത്. എഡിസന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന സമയം സൺസെറ്റ് വാലി റിസോർട്ടിലും അരുൺ തോമസിന്റെ ഫ്ളാറ്റിലും NCB പരിശോധന നടത്തിയിരുന്നു. ബിസിനസ് പങ്കാളിയായ ഡിയോളാണ് എഡിസനെ ലഹരി വിൽപ്പനയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് സൂചന. സൺസെറ്റ് വാലി റിസോർട്ടിൽ ഡിയോളിനൊപ്പം എഡിസനും നിക്ഷേപമുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയ കേസിലാണ് ഇടുക്കി പീരിമേടിന് സമീപം പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമകളായ ഡിയോൾ, ഭാര്യ അഞ്ജു എന്നിവരെ NCB പിടികൂടിയത്. കെറ്റമലോൺ ഡാർക്ക് നെറ്റുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് NCB പരിശോധിക്കും. വിദേശത്തു നിന്ന് എത്തിക്കുന്ന കെറ്റാമിൻ പാക്കറ്റുകളാക്കി ഓസ്ട്രേലിയയിലേക്ക് കഴിഞ്ഞ 2 വർഷമായി ഇവർ അയക്കുന്നുണ്ടായിരുന്നുവെന്നാണ് NCBയുടെ കണ്ടെത്തൽ. പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഉടൻ സമർപ്പിക്കും. മീഡിയ 1 കൊച്ചി.